ഇജോടെ എല്ലാം ഞാൻ പറഞ്ഞല്ലേ? വെക്കുമ്പോ വന്നിട്ട് പറയാം. ബോസേ ഇജൊന്ന് അടങ്ങ്, ഓള് വരും. ഇജ് എന്തിനാണ് കിടന്ന് പഠിക്കണത്? അത് ഇജ് നല്ല ആലോചിക്കണം. എൻ്റെ പെരയിലെ കാര്യം കണക്ക് അറിയാലോ. എൻ്റെ ഉപ്പ ഇക്കാക്ക അവർ വെറുതെ ഇരിക്കൂല. അനക്കൊല്ലേ പൊയ്ക്കങ്ങായി. അതല്ല ബോസേ, ഇതെൻ്റെ ഉമ്മാനോട് പറഞ്ഞിരിക്കണം. ഉമ്മാനോട് പറഞ്ഞു. മുറി തുറന്നു വന്ന വണ്ടിയുടെ ചാവി എടുത്തന്ന ഉമ്മ. ഉമ്മ എന്ത് ചെയ്യാനാണ്ടാ? എല്ലാം തീരുമാനിക്കുന്ന ഉപ്പയും ഒക്കെ. എന്നത്തെ പോലെ ഒരുപാട് കാര്യം തൻ്റെ കിസ്മത്ത് പോലെ വരുമെന്ന് പറഞ്ഞു. ഇത് വണ്ടി കയറി കാര്യങ്ങൾ പറയാം. പറഞ്ഞാലേ വണ്ടി കയറും. വാ വേഗം കയറി. നിങ്ങൾ ശരി, വണ്ടി എടുക്കും. അമ്പലക്കുളം പയ്യാട്ടാ പോകുന്നത്. കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഇക്കൻ പാപ്പൻ 3 ദിവസമായിട്ട് മുറി പൂട്ടിട്ടിക്കണേ. 21 വയസ്സായി. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ കാര്യം അറിയാലോ എനിക്ക്. ഏട്ടനറിഞ്ഞ ആകെ പ്രശ്നമാവും. എൻ്റെ വീട്ടിലില്ല പ്രശ്നങ്ങൾ. സൈനുവിൻ്റെ പരിചയത്തിലൊരു പോലീസുണ്ട്. എടാ മധു സാറിനല്ലേ പേര്? മധു സാർ. ഈ മധു സാറ് അവിടെ സ്റ്റേഷനിലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും. ബാക്കി പിന്നെ മൂപ്പര് റെഡിയായിക്കോളും. പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? ഞാൻ എൻ്റെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല. ഈ ഉമ്മച്ചിയോട് പറഞ്ഞോ? നമ്മൾ ഒളിച്ചോടിപ്പോയി രജിസ്റ്റർ ഒന്നല്ലേ ചെയ്യുന്നത്? ആണോ? ഈ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനമാണോ? സൈനു വണ്ടി നിർത്തിക്കാണ്. എന്ത് ഇറങ്ങിക്കോ. ഇജ്ജ് ഇറങ്ങിക്കോളാൻ. അനക്കിൻ്റെ വിശ്വാസമില്ലല്ലോ അല്ലേ? നിങ്ങൾ എന്ത് കളിയാണ് ഈ കളിക്കുന്നത്? ഇക്ക് സ്കൂൾ കുട്ടികൾ എടുക്കാണ്ട്. എന്തെങ്കിലും ആവശ്യം പിടിച്ചോ? ഞാൻ വിളിക്കാം. മധു സാറുണ്ടാ? മധു സാറ് ലീവാണല്ലോ. ലീവാ? ലീവാ? ഹലോ, എടാ മധു സാർ ലീവാണല്ലോ. ശരി, വാ എസ്ഐനെ കാണാം. എങ്ങട്ടാ? എസ്ഐനെ കാണാൻ. ബാക്കിയുള്ള സിനിമ വന്നിരിക്കാണല്ലോ. അവിടെ പോയിരിക്കും. അവിടെ പോയിരിക്കാൻ. നമസ്കാരം, പൊന്നേൽ പോലീസ് സ്റ്റേഷൻ. സാറേ. അത് ചെയ്യാം സാർ. സാർ ട്രാഫിക് ആളെ വിട്ടിട്ടുണ്ട്. ഓക്കെ സാർ, ശരി. സാർ ഇന്നലെ 5 കേസ് റിപ്പോർട്ടായിട്ടുണ്ട്. 2 സുഖോട്ടോ കേസാണ്. 1 മദ്യപിച്ച് വാഹനം ഓടിച്ച കേസാണ്. ഒരു അടിപിടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാർ ഇന്ന് പൊന്നാനി MVS കോളേജിൽ SFയുടെ വിദ്യാർത്ഥി സമരമുണ്ട് സാർ. അതിന് സാറ് സ്ട്രെങ്ത് അയച്ചിട്ടുണ്ട് സാർ. സാറ് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ സാറ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർണയുള്ള കാരണം ARന് സ്ട്രെങ്ത് വിളിച്ചിട്ടുണ്ട് സാർ. അത് എത്തിയിട്ടുണ്ട് സാർ. അത് സംഭവ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് സാർ. സാർ പറഞ്ഞ നിർദ്ദേശം ക്ലിയർ ആണ്. മറ്റു വിശേഷങ്ങളൊന്നും സാർ. ഗുഡ് മോർണിംഗ് സാർ. 33 ടൈഗർ കോളിംഗ് ഓവർ. എത്ര നേരമായി? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. സാർ മെസ്സേജ് വ്യക്തമായിട്ടില്ല. ഒന്നും കൂടി പറയാം, ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. AR ക്യാമ്പിൽ നിന്നും വിളിക്കുന്നത്. ഞാൻ ഇന്നലെ വിളിക്കാൻ പറഞ്ഞല്ലേ? ഒരു മിനിറ്റ്. സമയം എന്തായി? സമയം അറിഞ്ഞിട്ട് സർക്കാർ ജോലിക്ക് പോകാനൊന്നുമല്ലോ. അടുത്ത് നിൽക്കും. പറയേ. വേണ്ട. ഇനിയിപ്പോൾ നാളെ വന്നാൽ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കണ്ടേ? ശരി. സാറേ, അച്ഛൻ തന്നെ രാത്രി വിളിച്ചല്ലടാ. ഇപ്പോഴാണോ വരുന്നത്? അതിന് അവനങ്ങ് ഭയങ്കര ബിസി. നിങ്ങൾ ഉണ്ടാക്കുന്ന വണ്ടിയും വില ഒഴിവാക്കലാണ് എന്റെ പണി. അതിന് ഞാൻ പെണ്ണ് പിടിച്ചിട്ടല്ലോ, കള്ളു പിടിച്ചിട്ടല്ലോ ഇവിടെ. എന്താടോ ഇപ്പൊ എത്തും സാർ. അപ്പോഴാർക്ക് ജാമ്യം എടുക്കാൻ വന്നത്.
അധികം ചെല്ല് ചെല്ല്. ഇത് എന്നെ മാത്രം ജാമ്യത്തിൽ ഇറക്കിയാൽ പോലെ എൻ്റെ കൂടെ വേറെ 2 പേരുടെ ഉണ്ട്, അവരെ കൂടെ ജാമ്യത്തിൽ. പിന്നെ അതിന് അവരുടെ വീട്ടിൽ നിന്ന് വേറെ ആൾ വരും, എനിക്ക് വേറെ പണിയുണ്ട്. ആ എന്നാ പിന്നെ നീ നിന്റെ പണി നോക്ക്. അല്ല പിന്നെ ഡോ അപ്പോരാ ഇങ്ങോട്ട് വന്നേ. ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ നായന്മാരല്ലേ, തനിക്ക് എന്നെ പോലെ വീട്ടിലിരുന്ന് കുടിച്ചുകൂടാ? അതിന് എനിക്ക് വീട് വേണ്ടേ? എല്ലാം എവൻ്റെ പേർക്കും എഴുതി കൊടുത്തില്ല. വിളിച്ചോണ്ട് പോടോ. അല്ല സാറേ, ഒപ്പ് കോപ്പ് വിളിച്ചോണ്ട് പോടോ. ഇനി വഴിക്ക് കണ്ടുപോരുത്. ഓ ആ വാ. അതെ എവൻ്റെ മെടുക്കൊണ്ടൊന്നും അല്ല, നായരായതുകൊണ്ടാ. വാ ഓട്ടോ സാർ. വന്ന് വണ്ടി കയറി. നീ പോ അവിടുന്ന്, എവനെ കൊണ്ടുപോയിക്കും. അവൻ്റെ സ്നേഹം. നീ ചൊരിച്ചല് നിൽക്കണമെങ്കിൽ 2 അടിച്ചാലേ പറ്റൂ. എൻ്റെ പിന്നെ ഞങ്ങളില്ല. വെള്ളം കുടിക്കുന്ന വേണ്ട. അതെ എസ് ഐ പോയി ബോഡോ ഹേ പൂർണ്ണ ഹായ് അസം അസം സുമംഗൽ നോ ബോഡോ মু কাগজ এই খুন্দা মারি দিছে জংশন എന്താ എന്താ വാട്ട് এই টু জংশন মোর সাইডত মই আই আছো হি আগত আহি মোক খুন্দা মারি দিছে মই হরন বজাইছো হি আমুক মারি দিছে আগত আহি എന്ത് പറഞ്ഞു? എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഉണ്ടായതെന്ന് വെച്ചാൽ ഇവൻ ആ ജംഗ്ഷനിൽ നിന്ന് വരുന്ന സമയത്ത് 2 പയ്യന്മാര് ബൈക്കിൽ വരായിരുന്നു. ആ ജംഗ്ഷൻ വെച്ച് ഇവന്റെ ബൈക്ക് അവർ കയറിടിക്കായിരുന്നു. ഇവൻ അങ്ങോട്ട് കയറി নহয় মই নহয় হি মোক আগত আহি মারিছে মোর সাইডত মই গৈছো হি মই হরন বজাইছো হি আগত আহি মোক মারি ഒരു দিছে കാര്യം ചെയ്യ്, ഇവനെ പുറത്തോണ്ട് ഇരുത്ത്. Go outside. স্যার মই খুন্দা মারা নাই হি মোক আগত আহি মারিছে ആ, പിടിച്ചോ, പുറത്തോണ്ട് ഇരി. Go, go, স্যার go. Go. মই মারা নাই খুন্দা അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്കടാ. ആ ഞാനും ജുബൈദും കൂടെ വണ്ടി ഓടിച്ചു കേട്ടിനെ വിളിച്ചിട്ടുണ്ട്. ആ ഷഫീഖേ, ആ. എന്താ കാര്യം? ജുബൈദയുടെ ഇതാ ജുബൈദ്. ഈ ഒന്ന് പറഞ്ഞു. ജുബൈദ് വിട്ടുണ്ട്. ഞാനും ജുബൈദും കൂടെ വണ്ടി ഓടിച്ചു പോയി. എസ് ഐ വന്നിട്ടില്ലടോ, ഞാൻ വിളിക്കാം. ആ അത് 13ാമത്തെ മാറ്റി വെച്ചിട്ടുണ്ട് അത്. ആ ഉണ്ട് ഓ ആ ഞാൻ ആളെ വിടാം. ആ സാറേ, ആ എസ് ഐ സാർ എപ്പോഴാ വരിക? ആ എസ് ഐ സാറ് വരാറുണ്ട്, അവിടെ ഇരിക്കും. നായർ സാർ, ആ കേട്ടിട്ടുണ്ടോ? എന്താ ഈ പ്രശ്നം? അതെ 2 ചെക്കന്മാർ ഇപ്പൊ വേണ്ടപ്പെട്ട കുട്ടികളാ. ആ. ഓരിങ്ങനെ ബൈക്കിന് വരുമ്പോ ഒരു ഇവരവര്? ഒരു ബംഗാളി ഇങ്ങോട്ട് വന്ന്. ഇങ്ങോട്ട് വരികയാണ്. ശരിക്കും സാറിനോട് പറഞ്ഞു കൊടുക്കുക. എന്തുണ്ട്? അതെ স্যার ഞങ്ങൾ രണ്ടാൾ കുട്ടി এই দুজন আছে মুলো বাইক খুন্দা মারিছে মই মারা নাই খুন্দা അവിടെ ചെന്നിരിക്കണ. ആ പറയും. സാറേ ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു സാർ, ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയതാണ്. ആ എവിടെ വെച്ചിട്ടത്? ചെമ്മോട്ട ജംഗ്ഷനിൽ വെച്ചിട്ട്. স্যার স্যার মই মারা নাই আগত দিও খুন্দা মারিছে মোক মই মারা নাই খুন্দা ആ പറയും. ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു സാർ, അതിൻ്റെ ഇടക്കാണ് ഇവ ഇടതുവശത്ത് കൊണ്ട് കയറി വന്നത്. ശരിക്കും കൈകൊണ്ട് കുറെ കാണിക്കുകയോ ചെയ്തു. അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ അസോസിയേഷൻ യൂണിയൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ശരിയൊക്കെ തന്നെ, പക്ഷെ അത് വെച്ചിട്ട് അത് ശരി, നിങ്ങൾ ഇവിടെ അങ്ങനെ തൊള്ളപ്പെട്ട് അടിച്ച് കുത്തിരുന്നോളൂ. എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ പറ്റൂലേ പറയ്, ഞാൻ എസ് ഐനോട് അറിഞ്ഞോളാം. ഓ തിരക്കിൻ്റെ ഇടയിൽ കേട്ട കാര്യം കണ്ട് വിട്ടു. ഇഞ്ചക്ഷനോ? ആ അതെ. എന്താ ഇഞ്ചക്ഷൻ? അല്ല അത് ഈ കോടതിയിൽ നിന്ന്. എസ് ഐ സാർ. ആ കേട്ട് പോയില്ല താനിത് ഇവിടെ. ഇല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. വാ, നിങ്ങൾ തൽക്കാലം മതിൽ വിളിച്ചു കൊടുക്കുക, ബാക്കി കാര്യം നമ്മൾ അപ്പം നോക്കാം. ചെല്ല് ചെല്ല് ചെല്ല്. ഓ ആ ശരി, കേട്ടിരിക്കും. രാവിലെ വിശാല് പിടിച്ചുകൊണ്ട് വന്ന ബംഗാളി ഓന്റെ ബൈക്ക് ഇടിച്ചിട്ട് നമ്മളെ ചെക്കന്മാരെയാണ്. ആണോ? സാറ് പെട്ടെന്ന് തീർത്ത് വിശാല കേട്ടിയുടെ കാര്യം എന്താ? അവന് ആസാമിയാണ് സാർ. അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവനും മനസ്സിലാവില്ല. തനിക്ക് ഹിന്ദി അറിഞ്ഞൂടെ? കേരള പോലീസിന് ഹിന്ദി അറിയില്ലല്ലോ സാർ. അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. സാറേ കണ്ടോ? ഇതരാ കണ്ടോ? ഇങ്ങോട്ട് जा रहा हूं ना അങ്ങനെ ഇരിക്കണം. नाम क्या है तुम? सुमंगल हाँ सुमंगल नाम बोल. सुमंगल क्या काम करते हो? बेकरी क्या सीमेंट क्या सीमेंट का काम करता हूँ बेकरी में या मिस्त्री? सीमेंट का काम करता हूँ क्या कहाँ से हो? असम का हाँ? असम असम से? आतंकवादी है तू? असम का തീവ്രവാദി. ചോദിച്ചോട്ടെ. സാർ ചോദിക്കട്ടെ.
लाइसेंस दिखाओ। लाइसेंस लाइसेंस दो। दे रहा हूँ। नहीं है मेरे पास लाइसेंस। लाइसेंस नहीं है फिर क्यों गाड़ी चलाया तू? चूतिया बना रहा है? चूतिया लगता हूँ मैं? बोल। आईडी कार्ड दे। आईडी कार्ड नहीं है। आईडी कार्ड नहीं है फिर किससे पूछकर गाड़ी चलाया तू? किसने दिया गाड़ी? मालिक ने दिया। मालिक का नंबर दो। देता हूँ। दे रहा हूँ। ഇപ്പൊ മനസ്സിലായോ കേരള പോലീസിന് ഹിന്ദി അറിയാന്ന്? നമ്പർ വാങ്ങണോ? നമ്പർ 9746 9746 412 412 223 223 3. 3 ഇതിലും വലിയ എന്തൊക്കെ വൃത്തികളിൽ ഈ സ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്ത് ഫാൻ കറങ്ങാത്ത? അതല്ല, ഞങ്ങളുടെ കയ്യിലും അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആരെയും വ്യക്തിപരമായി ഹറാസ് ചെയ്തിട്ടില്ല. എന്ത് വ്യക്തിപരം? ആ പയ്യനെ വെച്ച് സ്റ്റേഷൻ വളപ്പിനെ വണ്ടിയുടെ എഞ്ചിൻ അയച്ചെടുക്കല്ല അവന്റെ പണി. കുറെ കാലായില്ലേ തുടങ്ങിട്ട്. ആ ചെക്കനൊരു അയ്യോ പാവായതുകൊണ്ടല്ലേ ഇനി എത്ര കേസുകൾ തെളിയാൻ കിടക്കുന്നു. അല്ല പിന്നെ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയിച്ച് നടന്നോ? ഡിപ്പാർട്ട്മെന്റ് അതിന്റെ നാണക്കേട്. സാറേ ആ ഇനി കയറിക്കോട്ടെ. താനവിടെ പോയിരിക്കടോ. സാർ എത്ര നേരെ സാറേ ഞങ്ങൾ വന്നിട്ട്? ഞങ്ങൾക്ക് ശേഷം വന്നവർ പോയി കണ്ടല്ലോ. സമയമുണ്ട്, വിളിക്കാം. അവിടെ പോയിരിക്കേ. എന്ത് സമയമുണ്ടെന്നാണ് വിളിക്കാന്നല്ലേ പറഞ്ഞത്? എന്താണ് ബഹളം? ആ സാറേ, ആരാണോ അത്? സമയമില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ. ആ അവനകത്തേക്ക് വിട്. ആ സാറേ. സാർ എന്താടോ? ഒരു പരാതി ഉണ്ട്. അഴിച്ചാടോ? സാർ സാർ ദാ ഓക്കെ. ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാം. എന്താ നിന്റെ പേര്? ഇർഫാൻ. നിന്റെയാ? അനിത. നിനക്ക് എത്ര വയസ്സായി? 21. നിനക്കോ? 28. ആഹാ, 5 വയസ്സിന് മൂപ്പുണ്ടല്ലേ? ഞാൻ തുറന്നു വയ്ക്കുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഇത് എത്ര നാളത്തെ സെറ്റപ്പാ? അല്ല അല്ല സാറേ, ഇക്കോളെ ഇഷ്ടമാണ്. ഓക്കെ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ആഹാ. സാർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാർ, എൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ് ഇതിനോട്. അപ്പോൾ എങ്ങനെയാലും സാറ് ഞങ്ങളെ സഹായിക്കണം. നിന്റെ ജോലി എന്താ? ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയ പെണ്ണിനെ കൊണ്ട്? അല്ല സാർ, എനിക്ക് ഈ ബൈക്കിൻ്റെ മോഷണം? അല്ല സാർ, ഈ കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നെല്ലാം വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഓൾട്രേഷൻ ചെയ്ത് എന്നിട്ട് കൂട്ടാനോട് നടത്തുന്നൊരു ബിസിനസ് ഉണ്ട്. അപ്പം നീയൊക്കെയാണ് ഈ പടപടാന്ന് പൊട്ടുന്ന ബൈക്കിൻ്റെ ആളല്ലേ? നിന്നെ ഞാൻ നോക്കി നടക്കായിരുന്നു. നിനക്കുള്ള പടം ഞാൻ തരാം. നിനക്കെന്തെങ്കിലും ജോലിയുണ്ടോ? റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം ബ്ലോക്കിലെ SC പ്രൊമോട്ടറാണ്. നീ SC? അതെ. നീ മുസ്ലിം, മിശ്ര വിവാഹം, സർക്കാരിൽ നിന്ന് തന്നെ സഹായം കിട്ടുമല്ലോ. അതൊരു വരുമാനമാണ് സാർ. എന്താടോ? ആ കസേര ശരിയാക്കാനുള്ള ആൾ വന്നിട്ടുണ്ട്. അവൻ ഇങ്ങോട്ട് വിട്. ശരി സാർ. എന്നെ വീട്ടിൽ ആളാഴ്ച വിളിക്കണമല്ലേ? ഒരാഴ്ചയിലും പരിപാടി തുടങ്ങിയിട്ട്. സാറേ, ഞാൻ നാട്ടിൽ പോയിരുന്നു. കെട്ടിയോളും കുട്ടികളെ കണ്ടിട്ട് കുറേ ദിവസമായി. നാട് വീട് എന്താ പ്രശ്നം? കസേര എന്നാക്കാ. എനിക്ക് ഞാനോ? നന്നാക്കട്ടെ സാർ. ആ, നീ ഇരിക്ക്. നിങ്ങൾ യാത്രകൾ പോകാറുണ്ടോ? ടൂറ്, ട്രിപ്പൊന്നും പോകാറില്ല?
യാത്രകളെല്ലാം പോകേണ്ടത്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണാം, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെയല്ല എൻ്റെ ഒരു സ്റ്റൈല്. എസ്സിൽ നീ ഏതാ? എനിക്ക് ജാതിയൊന്നുമില്ലേ? അല്ല സർ, ജാതിയൊന്നും നോക്കിയിട്ടല്ല ഇഷ്ടപ്പെട്ടത്. ഓഹോ, അപ്പൊ ജാതിയൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ പ്രേമം? സാർ, എൻ്റെ വീട്ടിൽ അനിതയുടെ ജാതി നേസർ പ്രശ്നം. സാർ ഞങ്ങളെ സഹായിക്കണം. ഇതൊന്നും നടക്കില്ല. ഈ പുതുമോടിയും പരിപാടിയൊക്കെ കഴിയുമ്പോൾ രണ്ടും രണ്ട് വഴിക്കാവും. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കും. സമയം എടുത്ത് ആലോചിച്ചാൽ മതി. ചെല്ല് സീമ, രണ്ടിനെ കൊണ്ട് അകത്തെടുത്ത്. എടോ പോടോ. ഇതൊന്നും ശരിയാവോ? നന്നാക്കട്ടെ, നന്നാക്കാൻ പോവാ സാർ. അതെന്താ ഇപ്പൊ പോയ കേസ്? പ്രേമം, മുടിഞ്ഞ പ്രേമം. ചെറുക്ക മുസ്ലിമും പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ്. സാറിന് ചെക്കനെ മനസ്സിലായോ? നമ്മളെ ഗലീലിന്റെ അഞ്ചനാ. ഏത് ഗലീല്? പ്ലാസ ഗലീലിന്റെ. എന്താടോ? ചെക്കന്റെ ബാപ്പ വലിയ പള്ളി മാലിന്യ കമ്മിറ്റീന്റെ സെക്രട്ടറിയാ. എല്ലാ കുടുംബത്തിലും ഉണ്ടാകില്ല സാർ ഇതുപോലെ ഒരു പൊരുത്തം കെട്ട്. സാറിനൊന്നും വേണ്ട രീതി കൈകാര്യം ചെയ്തല്ലോ. വേണ്ടപ്പെട്ട കുടുംബം ഞാൻ വേണ്ടമാതിരി കണ്ടോളാം. ശരി. നാട് മുഴുവനും ടവർ. അന്ന് ടോന് മാത്രം റേഞ്ചില്ല. ദേവോ, മുട്ടപ്പത്തിയൊക്കെ റെഡിയല്ലേ? ഇപ്പൊ എടുക്ക സാറേ. എന്നാൽ ആദ്യം 3-1 വെള്ളച്ചായ. ഓന് വെള്ളച്ചായ. അത് മറന്നു. ഇപ്പൊ കൊണ്ട് ഈ കുടിച്ചോ. ജുബൈലേ, ഞാനെന്നെ വിളിച്ചതേ ഈ പ്ലാസ ഗലിയിൽ നമ്പർ പെട്ടെന്നൊന്നും കൂടെ SMS അർജന്റാണ്. ഞാൻ കുറെ നേരം എന്നെ വിളിക്കണം. എന്തായി? എന്താ പ്രശ്നം? ആ സുമംഗലിന്റെ ബൈക്ക് ഓണർ വന്നിട്ടുണ്ട്. സുമംഗലാറ? ആ ബംഗാളി പയ്യൻ. താനൊരു കാര്യം ചെയ്യും, ആ വിശാലിനോടും കേട്ടിനോടും ഇങ്ങോട്ട് വരാൻ. എത്ര തവണ വിളിക്കണോട്? 12:30 ആകുമ്പോൾ ചമ്പ്രോട്ടത്ത്. പൈസ ചെയ്യാൻ വന്നിട്ട് വരാം. ഇരിക്കും. സാർ, ബൈക്കിന്റെ ഓണറാണ് സാർ. ഇവിടെ തന്നെ പൂട്ടാനുള്ള വകുപ്പുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരോട് വണ്ടിയും കൊടുത്ത് വിടുന്നേ? സാറേ, ഞാനാർക്കും വണ്ടി കൊടുത്തില്ല. പിന്നെ ഇവൻ എന്റെ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തോണ്ട് വന്നോ സാറേ. ഭാര്യ വിളിച്ച് പറഞ്ഞപ്പോഴാണ് സാറേ ഞാൻ സംഭവം അറിയണത്. सारे झूठ बोल रहे हैं। उसका बीवी ने मुझे बैग दिया है सीमेंट लेने के लिए। झूठ बोल रहे हैं। തന്റെ ഭാര്യ കൊടുത്താണെന്ന് പറഞ്ഞു സിമെന്റ് വാങ്ങാൻ. ഭാര്യ? സാറേ, വീട്ടിൽ ഇഷ്ടം പോലെ സിമെന്റ് ഇരിക്കണം, ചാക്കണക്കെ ഇരിക്കണം. ഇവൻ നോണ പറയാണ് സാറേ. ഇവന്റെ പേരിൽ വണ്ടി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഈ ഒരു കാര്യം ചെയ്യ്, 2000 ഉറുപ്പിക ചെക്കന്മാർക്ക് കൊടുത്ത് ഇതങ്ങോട്ട് തീർത്താളാ. എന്തേ? 2000 രൂപയുടെ കേസുള്ളൂ. അതങ്ങോട്ട് കൊടുത്തത് സോൾവ് ചെയ്യും. അതന്നെ സാർ. 2000 രൂപ 10 ഉറുപ്പിക പോലും എൻ്റെ അടുത്തില്ല സാറേ. पैसे देने से छोड़ देगा क्या? പൈസ എടുക്ക്. 600 रुपया? സാർ, ഇത് 600 രൂപയുള്ളൂ. ये बस 600 रुपये है. 2000. मेरा बस नहीं है ना और पैसे. 2000. तो एक काम करो ना, दोस्त लोग है, फोन करो, पैसा दो, निकलो यहाँ से. हेलो, जल्दी आप पैसा ले. एडो वांगी विളിക്കി. हेलो, तुम्हारा फ्रेंड पुलिस स्टेशन में. पैसा मनी 1400 रुपये. 2000 रुपये. 2000 रुपये ब्रिंग अर्जेंटली ब्रिंग. मैं जाके लेके ഓക്കെ. അപ്പോൾ കേട്ടി, തൽക്കാലത്തേക്ക് കേസ് സോൾവ് ആയി. ഇവന്റെ കൂട്ടുകാരൻ പൈസ കൊണ്ടുവരും. അതുപോലെ പ്രശ്നമല്ല ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. അപ്പോൾ ശരി. പൈസ കൊണ്ടുവരല്ലോ. ഓ മഹാറാമ്പർ പരിയടാ. झूठ बोल रहे हैं. സന്തോഷായില്ല മോനെ. അപ്പോൾ വിശാല ഒരു കാര്യം ചെയ്യും, ഇവന്റെ കൂട്ടുകാർ വന്ന് മുഴുവൻ പൈസ തരാണ്ട് ഇവനെ പുറത്തേക്ക് വിടണ്ട. ഇവൻ ഇവിടെ ഇരിക്കട്ടെ. सारे झूठ बोल रहे हैं. मैं बैग चोरी नहीं किया सर. निकल नहीं किया. ये लोग मुझे फंसा रहे हैं.
എന്താടോ ഏ ഹലോ ഞാൻ പോരാ. എനിക്ക് പേടിയാവുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. പോലീസുകാരിങ്ങനെയാ, മനസ്സിലായോ? നമ്മളെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റേ അതെ, രണ്ടുപേരും വർത്താനം പറഞ്ഞു നിൽക്കാതെ അവിടെ SI വിളിക്കുന്നുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനം. പക്ഷെ അതിന് സാർ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ തരണം. നിന്റെയൊക്കെ കുത്തിക്കഴപ്പിന് കാവലിരിക്കുന്ന ആളുകളല്ല പോലീസ്. നമ്മുടെ താടി ഞാൻ വീട്ടുകാരായിട്ട് സംസാരിക്കാം. എന്തിന് സാർ വീട്ടിലേക്ക് വിളിക്കല്ലേ സാറേ? വീട്ടിൽ പ്രശ്നമുണ്ടല്ലോ സാർ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതാരാ തീരുമാനിക്കുന്നത്? നീയാണോ ഞാനാണോ? ഞാനാണോ നീയാണോ തീരുമാനിക്കുന്നത്? അല്ല സാർ, അത് ഹലോ, വീട്ടിലേക്ക് വിളിച്ചാ അജ്ഞാത ജഡമല്ലേ? അത് തള്ളി വിടറോ? അതൊഴുകി അടുത്ത സ്റ്റേഷന്റെ പരിധിയിലേക്ക് പോയിക്കോളും. ഇങ്ങനെ എല്ലാത്തിനും എന്നെ വിളിച്ച് ചോദിക്കണമെന്നില്ല. പോലീസിന് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വേണം. അല്ലാണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. നിന്റെ വീട്ടുകാരൊക്കെ ഉണ്ട്? ഡയലേ നമ്പർ ഡയലേ അല്ല സാർ, നമ്പർ ഡയലേ ചെയ്യടി. പൊന്നാനി പോലീസ് സ്റ്റേഷൻ SI ആണ്. നിങ്ങളെ മോളെ എവിടെയുണ്ട്? ചെറിയ പ്രശ്നത്തിലാണ്. ഇപ്പൊ തന്നെ വാ. അച്ഛൻ്റെ പേര് ഷൺമുഖൻ. അമ്മ ഒരു മിനിറ്റ്. ഇല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലാ. ഇന്നിവിടെ കുറച്ച് പണിയുണ്ട്. ഉച്ചയ്ക്ക് മീനൊന്നും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയൂല. നിങ്ങൾ എന്താ വെച്ചാൽ വാങ്ങിയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. ശരി മാ. ശരി, സിയെ കണ്ടാൽ മതി. हेलो जल्दी आ, मैं कितना टाइम से उठ कर रहा हूँ इधर, और कितना उठ करेगा? जल्दी आ. അല്ല സാർ, എവിടെയാ പണി? എന്താ ചോദിച്ചറിയാണ്ടെന്നുണ്ടോ? सर मैं जाके पैसा लेके आऊँ? No. 2000 rupees depositing here and going. Go. Sit. मैं लेके आया था. Right ra. എന്താ സാറേ ചോദിച്ചറിയാനുള്ളത്? വാ നടക്ക്. ബുട്ട എന്തിനാ സാറേ വരാൻ പറഞ്ഞത്? എനിക്ക് ഷിയാബിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്താ സാറേ? നമ്മുടെ ഈ സ്റ്റേഷൻ വളപ്പിലെ ബൈക്ക് ഉണ്ടല്ലോ, അതിൻ്റെ എൻജിൻ ഊരിയോ ഷിയാബ്? അതാണ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. മോഹൻ സാർ പറഞ്ഞ് വണ്ടി ലാലത്തെ പിടിച്ചിരിക്കണെന്ന്. അതിൻ്റെ എൻജിൻ ഊരിയിട്ട് മൂപ്പരെ കോട്ടേഴ്സ് കൊണ്ടുവെക്കാൻ പറഞ്ഞ് ഞാൻ ആ ഊരി കൊണ്ടുപോകുമ്പോൾ അനിൽ സാറും നമ്മളെ റഷീദ് സാറൊക്കെ കണ്ടിരുന്നു. ആണോ? പക്ഷെ മോഹനം പറഞ്ഞത് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണല്ലോ. അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? എൻ്റെ ഉമ്മാണ് സത്യം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഊരിയതല്ല. അതല്ലേ? വേണമെങ്കിൽ സാറ് മോഹൻ സാറിനോട് ചോദിച്ചു നോക്കി. സത്യം മൂപ്പർക്കറിയാം. എന്താ സാറേ നീ പറയണല്ലത്? കാര്യങ്ങൾ ഇങ്ങനെയാണോ? സത്യം ഞാനല്ല സാർ. സാർ CI സാർ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഷിയാബ് അവിടെ ചെന്ന് കാണാഗുണ പറയാൻ നിൽക്കരുത്.
നീ കാര്യം കൂടെ സമ്മതിച്ചു. വലിയ ചാർജ് ഈടാക്കില്ല, കേസും തള്ളിപ്പോവും. അതുപോലെ എന്നെ കൊണ്ട് കഴിയൂല സാറ്, ഞാൻ സത്യം പറയും. ഇവനെ CID ഓഫീസിലേക്ക് കൊണ്ടുപോകും. നീ ആ SI സാർ പറഞ്ഞ പോലെ സമ്മതിക്കുക. പിന്നെ വേറെ ഇതിന് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ. ഇതൊന്നും അറിയാൻ പാടില്ല എനിക്ക്. എന്നിട്ട് പറ, പിന്നെ അങ്ങോട്ട് പോയി. ആ നിങ്ങളൊന്ന് പുറത്തിരുന്നേ. ഓ വാ. ആ ശിയാവേ ഇരിക്കടോ. വേണ്ട സാറേ, ഞാൻ അവിടെ നിന്നോളാം. വാ. ഇതെന്തോടെ ആദ്യമായിട്ട് സ്റ്റേഷനിൽ വരുന്ന പോലെ? താൻ ടെൻഷനാവാതെ ഇരിക്കേ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വിളിച്ചതല്ലേ ഷിയാവേ? വെള്ളം വേണം? കുടിച്ചോ? മതിയോ? എന്നിട്ട് പറയും. പടച്ചോനാണ്, എൻ്റെ ഉമ്മാണ്. എന്നെ രക്ഷിക്കണം സാറേ. മോഹൻ സാറ് പറഞ്ഞത് ഞാൻ ചെയ്ത്. എനിക്ക് അത്ര ഉള്ളൂ സാറേ. ഷിയാബേ, കാര്യങ്ങൾ ഇപ്പോൾ ആ വഴിക്കല്ല പോണത്. നീ നമ്മൾ പോലീസുകാരെ സ്ഥിരം സഹായിക്കുന്ന ആളല്ലേ? ബാക്കി പോലീസ് നോക്കിക്കോളൂ. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പോരെ? നീ ഇതങ്ങോട്ട് സമ്മതിക്കടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. ഇതുവരെ സാറന്മാർ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിക്കണ്. പക്ഷേ ഇത് മോഷണക്കുറ്റാണ് സാറേ. ഇതിനെന്നെ നിർബന്ധിക്കരുത്, ഞാൻ സമ്മതിക്കൂല. അപ്പോൾ കാര്യങ്ങൾ കുഴയാണല്ലോ നേരെ. ശരി, തൽക്കാലം ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരുത്. ചെല്ലു. സാറേ, ഇത് പടച്ചം പൊറുക്കാത്ത കാര്യമാണ്. ഇതിനെന്നെ നിർബന്ധിക്കരുത്, ഞാൻ സമ്മതിക്കൂല. ചെല്ലു ഷിയാബേ.